ഹായ് കൂട്ടുകാരെ, നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, പിന്നെ ഒരല്പം ഗരം മസാല, ശകലം ചിക്കൻ മസാല, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം നാരങ്ങാനീരൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നാരങ്ങാനീരും കൂടെ ചേർത്ത്, പിന്നെ വേണ്ടത് കോൺഫ്ലവർ ഉണ്ടെങ്കിൽ 1 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം കേട്ടോ. അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ അത്രയും മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത ശേഷമാണ് കോൺഫ്ലവർ ചേർക്കുന്ന കാര്യം ഓർത്തത്. പെട്ടെന്ന് ഞാനത് 1 സ്പൂൺ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചേക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ 2 മുട്ട ചേർക്കുന്നുണ്ട്. അതിലല്പം ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ചിക്കി മാറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാനിത് എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് മുട്ട. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ ഞാനൊരല്പം എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം, ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളി ചേർക്കുന്നുണ്ട്. സവാള, ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. നമുക്ക് വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് എല്ലാം ചേർക്കാം കേട്ടോ. ഞാനിപ്പം എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അല്പം ക്യാബേജോട് ചേർക്കുന്നുണ്ട്. ക്യാബേജോട് ചേർത്ത് അത് ഒന്ന് മിക്സായി എല്ലാം ഒരുപാട് വാടിയൊന്നും വരണ്ട, ഒന്ന് ചെറുതായിട്ട് കടിക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ. ഇനി അല്പം ക്യാപ്സിക്കവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതും കൂടെ ചേർത്ത് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒന്നത് ആവി കയറി വരാൻ വേണ്ടി മാത്രം, ഒരുപാടങ്ങ് കുഴഞ്ഞൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം പച്ചക്കറി എല്ലാം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത്, ഞാൻ ഒരല്പം ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരല്പം ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഒരല്പം ചിക്കൻ മസാലയും കൂടെ ചേർക്കാം നമുക്ക്. എന്നിട്ട് ഇതെല്ലാം വളരെ കുറച്ച് മതിയേ. നമ്മൾ ആദ്യമേ ചിക്കനിൽ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് സോയാ സോസ് ചേർക്കാം. അപ്പോൾ ഞാൻ സോയാ സോസ് ചേർക്കുന്നുണ്ട്. സോയാ സോസും ചേർത്ത് ഒരല്പം ഉപ്പും ശകലം കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തു. അതെല്ലാം ഒന്ന് മിക്സ് ആവണം. ഈ സോയാ സോസും കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ഇതിലൊന്ന് പച്ചക്കറിയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കനിൽ അതൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് എണ്ണ ഒന്നും ആവശ്യമില്ല. ഇത്രയും മതി. നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് പെട്ടെന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഇച്ചിരി വലിയ പീസായിട്ടാണ് എടുത്തത്. ഞാനിത് കഴിയുമ്പം അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് വലിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുത്ത ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത ഈ ചിക്കന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിളിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മസാലയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ചിക്കനും വെജിറ്റബിളും എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുഴഞ്ഞു പോവാതെ നമുക്ക് വേവിച്ചെടുക്കണം, എന്നാലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ റൈസ് മൊത്തം ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചോറും ഈ മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. അപ്പോൾ നമുക്കിത് എളുപ്പം ഉണ്ടാക്കാം വീട്ടിൽ, നല്ല ടേസ്റ്റാണ്. ഇനി ഞാനൊരല്പം സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട്. സോയാ സോസും ഒരല്പം കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ആ ചോറിലൂടെ ഒരല്പം എല്ലാം പിടിക്കാൻ വേണ്ടിയേ. പിന്നെ ഒരു ശകലം എരിയുള്ള മുളക് പൊടി, അല്പം ഗരം മസാലയും കൂടി ഇട്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.